ഈ വിദ്യാർത്ഥികളെല്ലാവരും 2019 ജിപ്മറിൽ MBBS അഡ്മിഷൻ നേടിയവരാണ്. ഇവരോട് ഞാൻ ആദ്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ വർഷത്തെ നീറ്റ് എക്സാം കഴിഞ്ഞു റിസൾട്ട് വരാനായിട്ട് കിടക്കുകയാണ്. വിദ്യാർത്ഥികൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കണം എന്ന് ആലോചിക്കുമ്പം എന്തുകൊണ്ട് ജിപ്മർ തിരഞ്ഞെടുക്കണമെന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികളോട് തന്നെ നമുക്ക് ചോദിക്കാം. സോ എൻ്റെ ആദ്യത്തെ ക്വസ്റ്റൻ ഇങ്ങനെയാണ്, എന്തുകൊണ്ട് ജിപ്മർ തിരഞ്ഞെടുക്കണം? ഓരോരുത്തരും ഏറ്റവും സിമ്പിളായിട്ട് ഓരോ പോയിന്റ് വെച്ചൊന്ന് പറയാം. എന്താണ് ആദ്യത്തെ പോയിന്റ്? ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ലഭിക്കുന്ന ഒരു MBBS സ്റ്റുഡൻറ്റിന് ജിപ്മറിലാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഏറ്റവും മികച്ചതെന്ന് തോന്നുന്നു. ഇനി എന്തൊക്കെയാണ് മറ്റു പോയിന്റ്സ്? ജിപ്മർ അക്കാഡമിക്സിലും ഏറ്റവും മുന്നിലാണ്, എക്സ്ട്രാ കരിക്കുലേഴ്സിലും അതെ. നമ്മുടെ കോളേജ് ഫെസ്റ്റ് സ്പന്ദനമാണ് രാജ്യത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റുകളിലൊന്ന്. അതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ള എന്ത് രീതിയിലും നമുക്കിഷ്ടമുള്ള എക്സ്ട്രാ കരിക്കുലേഴ്സ് നോക്കാനായിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അക്കാഡമിക്സിലും മുന്നേറാനായിട്ട് എല്ലാ ഓപ്പർച്യൂണിറ്റീസും അക്കാഡമിക്സിലും കോ-കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒരുപോലെ ഒരുപോലെ. അതെ. എന്താണ് അടുത്ത പോയിന്റ്? ആരാണ് പറയുന്നത്? ഏതൊരു കുട്ടിയും ഏതൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോഴും നോക്കുന്നത് ആദ്യം ഫീസിനെ കുറിച്ചാണ്. ജിപ്മറിലെ ഫീസ് എന്ന് വെച്ചാൽ വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ അക്കാഡമിക് ഫീ 7,000 രൂപയും പിന്നെ ഹോസ്റ്റൽ ഫീ വർഷം 6,000 രൂപയാണ്. 6,000 രൂപ. മെസ് ഫീസ് ആണെങ്കിൽ എത്ര വരും? ഏകദേശം ഒരു 3,000 അടുത്ത് വരും. മാസം 3,000 രൂപ. ചെലവ് കുറഞ്ഞ രീതിയിൽ MBBS പഠിക്കാവുന്നത് ജിപ്മറാണ്. അതും ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അതെ. അടുത്ത പോയിന്റ്സ് ആരാണ് പറയുന്നത്? അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ അത് കുറേ പേർക്ക് മടിയായിരിക്കും. ബട്ട് ജിപ്മറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെ അത് കേരളത്തിൻ്റെ പുറത്താകുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ 12th വരെ പേരൻസിൻ്റെ കുക്കൂണിലാണ് അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ കുക്കൂണിലാണ്. അപ്പോൾ നമ്മൾ അത് കഴിയുമ്പോൾ നമുക്കൊരു പുറത്ത് പഠിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ആരാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ജനറേഷന് പറ്റിയ പോലെ കുറച്ച് പഠിച്ച് അതിനുശേഷം മാരേജ് ആയി അങ്ങനെ ഒരു ആരെയും എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് വി നോ ഹൂ വി ആർ, അങ്ങനെ ഒരു ഹെൽപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. മെഡിക്കൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പസ് പോണ്ടിച്ചേരി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ക്യാമ്പസ് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ടെൻഷൻ എല്ലാം റിലീവ് ചെയ്യാനും ഒരുപാട് റിലാക്സേഷനൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഡോക്ടേഴ്സ് ആക്കാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് ജിപ്മറിൻ്റെ പ്രത്യേകതകളെന്ന് ഏറ്റവും വ്യക്തമായി സിമ്പിളായി പറഞ്ഞു തന്നറിയോ? ഇനി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ചോദ്യം വളരെ സിമ്പിളാണ്. ഈ വർഷത്തെ റിസൾട്ട് വരാൻ പോകുന്നു, അതൊക്കെ അടുത്ത വർഷം പഠിക്കാൻ ആഗ്രഹിക്കുന്ന, റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സീരിയസ് ആയിട്ട് നീറ്റ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. നിങ്ങളെല്ലാവരും ഏറ്റവും മികച്ച രീതിയിൽ ഓൾ ഇന്ത്യ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരാണ്. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് ഞാൻ കരുതുന്നു. സോ എൻ്റെ ക്വസ്റ്റ്യൻ, ഒരു നീറ്റ് വളരെ സീരിയസ് ആയി കരുതുന്ന ഒരു വിദ്യാർത്ഥി ഏതൊക്കെ ആംഗിളിൽ പഠിക്കണം? ഓരോരുത്തരായിട്ട് പോയിന്റ് ഒന്ന് പറയാം. ആദ്യത്തെ പോയിന്റ്, നീറ്റ് ആകുമ്പോൾ നമുക്കറിയാം NCERT ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ NCERT വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസിനെ പേടിച്ച് നിൽക്കരുത്. NCERT വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ കൂടെ ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഫിസിക്സിനും കെമിസ്ട്രി. ക്വസ്റ്റ്യൻസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള തിയറിയും കൂടെയാണ്. അത് രണ്ടും നമ്മൾ ഒരേപോലെ നല്ലതായിട്ട് പഠിച്ചത് റിവൈസ് ചെയ്ത് റീകളക്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് ഇച്ചിരി ബെറ്റർ ആവുന്നത്. ഓൾസോ നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് മാക്സിമം മോഡൽ എക്സാംസ് എഴുതി ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ ടൈമിൽ തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ റാങ്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്ട്രെസ്ഫുൾ ആവും. അതിന് പകരം നമ്മൾ മാർക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് കാണാൻ സാധിക്കും. പഠിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ ഒരു ഇഫ് യു ട്രസ്റ്റ് ഇൻ എൻ എൻറ്റിറ്റി അതർ ദാൻ യുവർ സെൽഫ്, അത് മേക്സ് ഇറ്റ് എ ലോട്ട് ഈസിയർ ഓൺ യു. അപ്പം നമുക്കൊരു അത്രയും സ്ട്രെസ്സോ അത്രയും വെയിറ്റ് തോന്നൂല വെൻ യു ഡൂയിങ് ഇറ്റ്. അപ്പം അതും കൂടെ ഒരു പ്രാർത്ഥനയോ ദൈവമോ അങ്ങനെ ഒരു വിശ്വാസം ഉള്ളത് വിൽ ഹെൽപ്പ് യു ത്രൂ ഇറ്റ്. എന്തുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി MBBS പഠനത്തിന് വേണ്ടി ജിപ്മർ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഇവിടുത്തെ സീനിയേഴ്സ് 2019 ബാച്ചിലെ വിദ്യാർത്ഥികൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഏതൊക്കെ രീതിയിൽ പഠിച്ചാൽ നീറ്റിന് ടോപ്പറാകാം, ഇവരെ പോലെ ജിപ്മറിൽ അഡ്മിഷൻ നേടാമെന്നും ഇവർ വ്യക്തമാക്കി കഴിഞ്ഞു. സോ നിങ്ങൾ ജൂനിയേഴ്സിന് ഈ വർഷം നീറ്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കും എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയ ഒത്തിരി ഡീറ്റെയിൽസ് തരാനായിട്ട് ഈ സീനിയേഴ്സ് ബാച്ചിൽ കഴിഞ്ഞു എന്ന് ഞങ്ങൾ കരുതുന്നു. താങ്ക് യു വെരി മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.